അപ്പം ഞാൻ പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വരി പറയാം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാം. നിങ്ങൾക്കറിയാം, രത്നാകരൻ കാട്ടാളനായിരുന്നു. കാട്ടിൽ ജീവിച്ച രത്നാകരൻ ഈ സപ്ത ഋഷിവര്യന്മാരുടെ ഉപദേശപ്രകാരം താൻ തട്ടിപ്പറിച്ച സാധനങ്ങൾ ഭാര്യയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് ഭാര്യയോട് പറഞ്ഞു, ഞാൻ തട്ടിപ്പറിച്ച സാധനങ്ങൾ നീ കഴിക്കുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ പകുതി നീ പങ്കുവെക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ മറുപടി പറഞ്ഞത് എന്താണ്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരും, ഞാൻ അനുഭവിക്കില്ല. ഇതാണ് രത്നാകരൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അന്ന് മുതൽക്ക് രത്നാകരൻ ആ തട്ടിപ്പറിക്കുന്ന പണി നിർത്തി തപസ് ചെയ്യാൻ തുടങ്ങി. ഓർമ്മിക്കുക, ആ രത്നാകരൻ എന്ന വ്യക്തി ഒരു ഗുരുവിൻ്റെ കീഴിലും പഠിച്ചിട്ടില്ല, സംസ്കൃതം പഠിച്ചിട്ടില്ല, ഒരു ഗുരുകുലത്തിലും പോയിട്ടില്ല. ഈ തപശ്ചര്യ കഴിഞ്ഞ് തന്നെത്താനെ പക്വത വന്ന് തന്നെത്താനെ ധ്യാനിച്ച് തന്നെത്താനെ രൂപപ്പെട്ട് അന്ത്യത്തിൽ ഒരു ഋഷിയായി മാറി. അദ്ദേഹവും ഭരദ്വാജനും തമസാ നദീതീരത്തേക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് 2 പക്ഷികളിൽ ഒരെണ്ണത്തിനെ വേടൻ അമ്പെയ്ത് താഴെ ഇട്ടപ്പോൾ ആ പക്ഷി പെടഞ്ഞ് മരിക്കുന്നത് മുകളിലുള്ള ആൺപക്ഷി കണ്ടുകൊണ്ടിരിക്കുന്ന ശോകം അത് ശ്ലോകമായി മാറി. ആ ശോകമാണ് ശ്ലോകമായി മാറിയതും ആ ശ്ലോകം എങ്ങനെയാ വാൽമീകി മഹർഷി ഉണ്ടാക്കിയത്? അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ: ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിംഗ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ആർ പ്രസന്റ് വിത്തിൻ അസ്. നമ്മളിൽ തന്നെ അറിവുണ്ട്. ആ അറിവ് ധ്യാനത്തിലൂടെ എക്സൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ അതിനെ നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കാത്ത പലതും പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എൻ്റെ ശരീരത്തിന് നല്ല രീതിയിൽ എക്സർസൈസും അതുപോലെയുള്ള ജിംനാസ്റ്റിക്കും കൊടുത്താൽ ശരീരം സ്ട്രോങ് ആവും. മനസ്സിന് ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും, കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ എക്സർസൈസും മനസ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷനും കൊണ്ട് സാധിക്കും. ആ മനസ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള മെഡിറ്റേഷനിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്തുള്ള പലതിനെയും മനസ്സിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയും സ്റ്റീഫൻ ഹോക്കിൻസ്. കേട്ടിട്ടുണ്ടോ സ്റ്റീഫൻ ഹോക്കിൻസ്? സ്റ്റീഫൻ ഹോക്കിൻസ് ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റി ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇരുന്നു കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യുകയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്. വെറുതെ ഇരുന്നു കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാണ്. ഒരു എക്സ്പെരിമെന്റ് സ്റ്റീഫൻ ഹോക്കിൻസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശരീരവും രീതിയുമെല്ലാം നോക്കിയാൽ നമ്മൾ ഷോക്കടിച്ചു പോകും. അപ്പോൾ എങ്ങനെയാണോ സർ ഐസക് ന്യൂട്ടൺ കോളേജിൽ വലുതായിട്ട് പോകാത്ത പഠിക്കാത്ത ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ അല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ, എൻ്റെ വാക്കുകൾ തെറ്റി, ആൽബർട്ട് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി തിയറിയും ബാക്കിയുള്ളതെല്ലാം E=mc² എന്ന വാക്കുകളും കണ്ടുപിടിച്ചത് എക്സ്പെരിമെന്റിലൂടെ അല്ല, മറിച്ച് മനസ്സ് ബുദ്ധിയാകുന്ന ലാബറട്ടറിയിൽ ചിന്തകളാകുന്ന മനസ്സിൻ്റെ എക്സർസൈസിലൂടെ. അതാണ് നമ്മുടെ പൂർവികര് ചൊവ്വ എന്ന ഗ്രഹത്തെ അഥവാ പ്ലാനറ്റിനെ, ചൊവ്വ ഗ്രഹവുമാണ്, പ്ലാനറ്റുമാണ്, താരാഗ്രഹവുമാണ്. അർത്ഥം മനസ്സിലായി? ചൊവ്വ എന്ന് പറയുന്നത് ഗ്രഹമാണ്, ചൊവ്വ എന്ന് പറയുന്നത് പ്ലാനറ്റാണ്, ചൊവ്വ എന്ന് പറയുന്നത് താരാഗ്രഹമാണ്. മൂന്നുമാണ്. അതുകൊണ്ട് ആ ചൊവ്വയെ മനസ്സിൽ വെച്ച് ധ്യാനിച്ച പൂർവിക ഋഷിവര്യന്മാർക്ക് ഈ ചൊവ്വയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അകക്കണ്ണുകൊണ്ട് കിട്ടി. അതാണ് കാരകത്വം. ഇത് ശരിയാണ് താനും. എന്താ ശരിയാണെന്ന് പറയാൻ കാരണം അറിയോ? ബർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, തിയറട്ടിക്കൽ ഫിസിക്സിന്റെ പ്രൊഫസർ, ബർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഈ പസഫിക് ഓഷ്യന്റെ തീരത്ത് ആരുമില്ലാത്ത സ്ഥലത്ത്
കുത്തിയിരുന്ന് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും കുറിച്ച് ധ്യാനിച്ചു. ദിവസങ്ങളോളം ധ്യാനിച്ചു. എന്നിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ടാവോ ഓഫ് ഫിസിക്സ്. നിങ്ങളിൽ ചിലർ വായിച്ചാണ്. അത് മുഴുവനും അസംഷനും പ്രസംഷനുമാണ്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പറയുന്നു, ഒരാറ്റത്തിൻ്റെ സ്ട്രക്ചർ താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ സ്ട്രക്ചറിനോട് ഏറ്റവും ഭംഗിയായിട്ട് യോജിപ്പിക്കാമെന്ന് ടാവോ ഓഫ് ഫിസിക്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു. എന്തിനാ ഇത്രയും പറഞ്ഞറിയോ? ഒന്നാം ഭാവം, രണ്ടാം ഭാവം, മൂന്നാം ഭാവം, നാലാം ഭാവം അതാത് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു എന്ന്. ഒന്നാം ഭാവം ശരീരത്തെക്കുറിച്ച്, രണ്ടാം ഭാവം വാക്കിനെക്കുറിച്ച്, മൂന്നാം ഭാവം സഹോദരി സഹോദര ഭാവം, നാലാം ഭാവം മാതൃഭാവം, അഞ്ചാം ഭാവം പുത്രഭാവം, ആറാം ഭാവം കള്ളത്തരം തട്ടിപ്പ് ബിഹേവിയറൽ പാറ്റേൺ, ഏഴാം ഭാവം പാർട്ട്ണർ, എട്ടാം ഭാവം മൃത്യുഭാവം, ഒമ്പതാം ഭാവം പിതൃഭാവം പൂർവപുണ്യം, പത്താം ഭാവം കർമ്മഭാവം, 11 ആയം, 12 വ്യയം. ഇതെങ്ങനെ കിട്ടി? ഒരു ഉത്തരം നമ്മുടെ പൂർവികര് ധ്യാനത്തിലൂടെ കണ്ടുപിടിച്ചതാകാം. രണ്ടാമത്തെ പോയിന്റ്, ഓരോ പ്ലാനറ്റിനും ഗ്രഹത്തിനും താരാഗ്രഹത്തിനും കാരകത്വം കൊടുത്തത് എങ്ങനെയാണ്? അതും നമ്മുടെ പൂർവികര് വളരെ ഭംഗിയായിട്ട് ധ്യാനത്തിലൂടെ കണ്ടുപിടിച്ചതാകാം, നമുക്കറിഞ്ഞുകൂടാ. അതുപോലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാ കണ്ടുപിടിച്ചത്? പെർഫെക്റ്റ്ലി സയന്റിഫിക് ഒബ്സർവേഷനിലൂടെയാണ്, ധ്യാനത്തിലൂടെയല്ല. ആര്യഭട്ടൻ, വടേശ്വരാചാര്യൻ, ഭാസ്കരാചാര്യൻ രണ്ടാമൻ, ലല്ലാചാര്യൻ, മഞ്ജുളാചാര്യൻ, പുതുമന സോമയാജി, തിരൂര് ശങ്കരവർമ്മൻ, ഇരിങ്ങാലക്കുട നമ്മുടെ സംഗമഗ്രാമ മാധവാചാര്യര്, തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി, ഇവരെല്ലാം എഴുതിയിരിക്കുന്ന എന്താ പറയുക, അവിസ്മരണീയമായ അവാച്യമായ മാത്തമാറ്റിക്കൽ ബുക്സ്, അസ്ട്രോണമിക്കൽ ബുക്സ് ഒബ്സർവേഷനിലൂടെ എഴുതിയതാണ്, ധ്യാനത്തിലൂടെയല്ല, ഒബ്സർവേഷനിലൂടെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ജാതകത്തില് നമ്മൾ ഈ ഭാവം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഗ്രഹങ്ങളുടെ കാരകത്വം. ഇനി കാരകത്വത്തെക്കുറിച്ച് കുറച്ചുകൂടി പറയാം. സൂര്യനെ കുറിച്ച് അധികാരം. ഒരാള് 10ാം ഭാവത്തിൽ സൂര്യൻ ഉണ്ടെങ്കിൽ, അത് മേടം രാശിയിലാണ് സൂര്യനെങ്കിൽ, അയാള് IAS പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആ സൂര്യൻ 10ഉമായിട്ട് ബന്ധപ്പെടുമ്പോൾ കർമ്മഭാവം അത് തന്നെ ആവാം. 10ാം ഭാവത്തില് സൂര്യന് അധികാരം, വെളുത്ത നിറം, ശക്തിയുള്ള അസ്ഥി, ശക്തിയുള്ള പല്ല്, ശക്തിയുള്ള കണ്ണ്, നല്ല കട്ടിയുള്ള തലയോട്, നല്ല ബ്രെയിൻ, ഇതൊക്കെ സൂര്യന് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാ. ശുക്രന് മധുരം. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, അയാൾക്ക് എന്തിൻ്റെ കുറവാ, ശുക്രദശയാണ് എന്ന് പറയാറുണ്ട്. 12ാം ഭാവത്തിലാണ് ശുക്രനെങ്കിൽ അയാൾക്ക് ശുക്രദശയാണെങ്കിൽ വീട്ടിൽ കണ്ടില്ലെങ്കിൽ ബീവറേജസ് കോർപ്പറേഷൻ്റെ ക്യൂവിൽ പോയി നോക്കിയാൽ മതി. വീട്ടിൽ കണ്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞ് അങ്ങനെ നല്ലതെന്നൊന്നുമില്ല. ഒരു ദശയും ഒരാൾക്കും ഔട്ട്സൈഡ് നമ്മൾ നല്ലതാന്ന് പറയാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് മകം പിറന്ന മങ്ക എന്ന് പറയുന്നുണ്ട്. എന്തൊരബദ്ധ! ഈ മകം പിറന്ന മങ്ക എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ഏത് മാസത്തിലെ മകമാണെന്ന് അറിയണ്ടേ? ഇത് ചിങ്ങമാസത്തിലെ മകമാണോ, കന്നിയിലാണോ, തുലാത്തിലെയാണോ? ആ മാസം ഒന്നും അറിയാതെ പൂരം പിറന്ന പുരുഷൻ, അങ്ങനെ ഒരു പൂരം പിറന്ന പുരുഷൻ ഇല്ല. ജ്യോതിഷത്തിന് പറ്റുന്ന ചില അബദ്ധം ഇതാണ്. അതായത് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ നോക്കാതെ നമ്മൾ പലതും പറയും. അപ്പോൾ രാശിചക്രത്തിൻ്റെ കാര്യം സയന്റിഫിക്കാണ്, ഭാവചക്രത്തിൻ്റെ ആധിപത്യം പ്രഡിക്ഷനാണ്, കാരകത്വം പ്രഡിക്ഷനാണ്. അടുത്തത് നിങ്ങൾ ഇതുവരെ കോട്ടുവായ വിടാത്തത് കൊണ്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡിലായിട്ട് പോകുന്നു. ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. വ്യാഴം ജൂപ്പിറ്റർ കർക്കടകം രാശിയിൽ ഉച്ചനും നേരെ ഓപ്പോസിറ്റ് മകരം രാശിയിൽ നീചനും ആണ്. എങ്ങനെയാ അത് കണ്ടുപിടിച്ചത്? ഉത്തരം എന്താണ്?
മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം. അറിഞ്ഞൂടാ. അപ്പോ ഇപ്പൊ സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചനാണ്. മേടൻ രാശിയിൽ സൂര്യൻ ഉച്ചനാണെങ്കിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സൂര്യൻ വരുന്നത് മേടം രാശിയിലല്ല, ജൂലൈ 3-ാം തീയതി. അത് മേടമാസമല്ല. ജൂലൈ എന്ന് പറഞ്ഞാൽ കുറേ അങ്ങോട്ട് പോയിരിക്കുന്നു. ജൂലൈ എന്ന് പറഞ്ഞാൽ ഇടവം, മിഥുനം, കർക്കിടകത്തിൻ്റെ അടുത്തൊക്കെയാണ് സൂര്യൻ ഭൂമിയുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഉച്ചക്ഷേത്രം, ഗ്രഹങ്ങളുടെ നീചക്ഷേത്രം സയന്റിഫിക് ആണോ എന്ന് ചോദിച്ചാൽ സയന്റിഫിക് അല്ല. അത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണ്. അതുപോലെ അടുത്ത 4-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കാം. എല്ലാ ഗ്രഹങ്ങൾക്കും 7-ാമത്തെ ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ഗുരുവിന് 4-9 ദൃഷ്ടിയുണ്ട്. എങ്ങനെയാ ഗുരുവിന്റെ ദൃഷ്ടി കണ്ടുപിടിച്ചത്? ഗുരുവിന് 4, 7, 9 ദൃഷ്ടിയുണ്ടെന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാ ഗോപാലകൃഷ്ണൻ സാറേ എന്ന് ചോദിച്ചാൽ ഉത്തരം എത്ര? ഏത് ആൽഫബറ്റിലെ ഏതാമത്തെ അക്ഷരം? ഇത് പറയണം. ഇത് നിങ്ങൾ എത്ര വലിയ ജ്യോത്സ്യനാണെങ്കിലും ശരിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഓരോ ഗ്രഹത്തിൻ്റെയും ഉച്ചക്ഷേത്രം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്? ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ നീചക്ഷേത്രം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്? ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ബന്ധുക്ഷേത്രം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്? ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ശത്രുക്ഷേത്രം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്? ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ മിത്രക്ഷേത്രം, ശത്രുക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം അല്ലെങ്കിൽ ദൃഷ്ടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചതെന്ന ചോദ്യത്തിന് തുറന്ന് പച്ചയ്ക്കൊരു ഡോക്ടർ പറയുന്ന മാതിരി പറയാൻ സാധിക്കണം. എനിക്കും അറിഞ്ഞൂടാ, എന്നെ പഠിപ്പിച്ച ഗുരുവിനും അറിഞ്ഞൂടാ. എനിക്കും അറിഞ്ഞൂടാ, എന്നെ പഠിപ്പിച്ച ഗുരുവിനും അറിഞ്ഞൂടാ. ഞാനിപ്പോൾ പറയുന്നതിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തരണം. അതിന് ഉത്തരം ഞാൻ പറയാൻ തയ്യാറാണ്. ഇത് നമ്മൾ ജ്യോതിഷം പഠിക്കുന്നവരറിയണം. ഈ ജ്യോത്സ്യത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഒരു എക്സ്റേ നോക്കി, എക്സ്റേയെ കുറിച്ച് ടെക്സ്റ്റ് പുസ്തകത്തിൽ പഠിച്ച വ്യക്തി, ഒരു ഡോക്ടർ എക്സ്റേ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന പോലെ, അതാ ഡോക്ടർ അല്ല എക്സ്റേ കണ്ടുപിടിച്ചത്, ഡോക്ടർ അല്ല എക്സ്റേക്കകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാൻ കണ്ടുപിടിച്ചത്, അത് പുസ്തകത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവും പഠിപ്പിച്ചതാ. അതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗുരു കർക്കിടകം രാശിയിൽ ഉച്ചനാണ്. എൻ്റെ ഗുരു ജൂപ്പിറ്റർ കർക്കിടകം രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു. താൻ എങ്ങനെയാണോ പറയുന്നത് ഗുരു കർക്കിടകം രാശിയിൽ ഉച്ചനാണെന്ന്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഒരു ഉത്തരേ ഉള്ളൂ. എൻ്റെ പൂർവീകർ പറഞ്ഞു തന്നത് ബൃഹത് ജാതകത്തിലും ബൃഹത് സംഹിതയിലും ഹോരശാസ്ത്രത്തിലും വരാഹമിഹിരന്റെ പഞ്ചസിദ്ധാന്തികയിലും പറയുന്നു ഈ വ്യാഴഗ്രഹം കർക്കിടകം രാശിയിൽ ഉച്ചനാണ്, വ്യാഴഗ്രഹം മകരം രാശിയിൽ നീചനാണ്. അതുപോലെ ചൊവ്വ കുജൻ മകരം രാശിയിൽ ഉച്ചനാണ്, അതേ ചൊവ്വ കർക്കിടകം രാശിയിൽ നീചനാണ്. സൂര്യൻ മേടം രാശിയിൽ ഉച്ചനാണ്, അതേ സൂര്യൻ തുലാം രാശിയിൽ നീചനാണ്. ശനി തുലാം രാശിയിൽ ഉച്ചനാണ്, അതേ ശനി മേടം രാശിയിൽ നീചനാണ്. ആര് പറഞ്ഞു? ഞാൻ പഠിച്ച പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. സൂര്യന്റെ ബന്ധുക്ഷേത്രം XYZ ആര് പറഞ്ഞു? എന്നെ പഠിപ്പിച്ച ഗുരു ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പഠിപ്പിച്ചു. അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ പഠിക്കുന്ന ഈ ഗ്രഹം എന്ന വാക്ക്, താരാഗ്രഹം എന്ന വാക്ക്, പ്ലാനറ്റ് എന്ന വാക്ക് ശ്രദ്ധിച്ചുപയോഗിക്കാം. അടുത്തത് ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്നുള്ളത് ശ്രദ്ധിച്ചുപയോഗിക്കാം. ഗ്രഹങ്ങളുടെ കാരകത്വം ശ്രദ്ധിച്ചുപയോഗിച്ച് പഠിക്കാം. ഗ്രഹങ്ങളുടെ ഉച്ചക്ഷേത്രം നീചക്ഷേത്രം ശ്രദ്ധിച്ച് പഠിക്കാം, ആലോചിച്ച് പഠിക്കാം. ഗ്രഹങ്ങളുടെ ബന്ധുക്ഷേത്രം ശത്രുക്ഷേത്രം മിത്രക്ഷേത്രം ശ്രദ്ധിച്ച് പഠിക്കാം. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ ഗുരുമുഖത്ത് നിന്നല്ലാതെ നല്ലോണം കഴിവുള്ള ഒരു ഗുരുവിൻ്റെ കീഴിലല്ലാതെ ജ്യോതിഷം പഠിച്ചാൽ അത് മെക്കാനിക്കലാവും
മെക്കാനിക്കൽ ആവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? കൊപ്ര ഈസ് ഈക്വൽ ടു തേങ്ങാ പിണ്ണാക്ക് പ്ലസ് വെളിച്ചെണ്ണ. മനസ്സിലായി? കൊപ്ര ഈസ് ഈക്വൽ ടു തേങ്ങാ പിണ്ണാക്ക് പ്ലസ് വെളിച്ചെണ്ണ. ബട്ട് തേങ്ങാ പിണ്ണാക്ക് പ്ലസ് വെളിച്ചെണ്ണ ഈസ് നോട്ട് ഈക്വൽ ടു തേങ്ങാ പിണ്ണാക്കും വെളിച്ചെണ്ണയും ചേർത്ത കൊപ്രയാവില്ല. പക്ഷെ കൊപ്ര പിഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് രണ്ടും ചേർത്ത് പിഴിഞ്ഞാൽ കൊപ്ര കിട്ടില്ല. അർത്ഥം മനസ്സിലായോ? അതായത് പഠിക്കുന്നത് ഈ ഉച്ചക്ഷേത്രവും ബന്ധുക്ഷേത്രവും ശത്രുക്ഷേത്രവും പിന്നെ ഗ്രഹങ്ങളുടെ യോഗവും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഗ്രഹങ്ങളുടെ ഭാവവും ആധിപത്യവും ഇത്രയുമാണ് നമ്മളുടെ ജാതകത്തിൻ്റെ അടിത്തറ. ഈ അടിത്തറ ഇല്ലാതെ 4 മാസമോ 5 മാസമോ കൊണ്ട് ജാതകത്തിൻ്റെ പ്രഡിക്ഷൻ നടത്തിയാൽ തെറ്റ്. ഒരു ചെറിയ വരി കൂടി പറഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകാറ്. പലരുടെയും തലയിലെ ടെമ്പറേച്ചർ 140 ആണെന്ന് എനിക്കറിയാം. ഇനി ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു അതുകൂടി പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആവർത്തിക്കുന്നുണ്ടാവും ചായയ്ക്ക് ശേഷം. എന്തുകൊണ്ട് ജാതകത്തിനെ മുഴുവനും വിശ്വസിക്കരുത്? അതാണ് ഇന്ന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. ജാതകം കുറച്ച് പഠിച്ച ആള് അടിച്ച് കലക്കി പറയും, ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോണത്. പറയരുത്. കാരണം ഈ ജാതകം എഴുതുന്നത് 5 പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ 4 പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ, 5ാമത്തെ കിട്ടില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ ശിരോദർശനം, ആ കുട്ടിയുടെ ശിരസ് ആദ്യം കാണുന്നത് ആ കുട്ടിയുടെ ജനനത്തിൻ്റെ ലഗ്നമായിട്ടെടുക്കാം. അതൊന്ന്. വേറെ ചിലര് ആ കുട്ടി ഭൂമിയിൽ സ്പർശിക്കുന്ന നിമിഷം ഭൂസ്പർശനം, അത് ലഗ്നമായിട്ടെടുക്കും. ശിരോദർശനവും ഭൂസ്പർശനവും തമ്മിൽ എത്ര മിനിറ്റിൻ്റെ വ്യത്യാസം വേണമെങ്കിലും വരാം. 2, സിസേറിയൻ ആണെങ്കിൽ കുട്ടി ഭൂമി തൊടുന്നത് കല്യാണ സമയത്ത് നിൽക്കുമ്പോഴായിരിക്കും. അത് ഭൂമി തൊടുകയില്ല, കൈകൊണ്ടാണ് എടുക്കണതേ. അപ്പൊ ഭൂസ്പർശനം ഇല്ല അവിടെ. അറിയണം, ചിന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പൊ ശിരോദർശനം എന്നുള്ള പോയിന്റ്, ഭൂസ്പർശനം എന്നുള്ള പോയിന്റ്. 3, രോദനം, കുട്ടി കരയുന്ന സമയം. ചില കുട്ടികൾ കരയേയില്ല. എൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ അതിനുശേഷം കരയുക മാത്രമായിരുന്നു എൻ്റെ ജോലി. പ്രീ ഡിഗ്രി പഠിക്കണത് വരെ ആദ്യം കരയാത്തത് മുഴുവനും അടുത്ത 12 വർഷം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്തു. അപ്പോൾ ശിരോദർശനം, ഭൂസ്പർശനം, രോദനം, കടിബന്ധനം, പൊക്കിൾ കൊടി മുറിക്കുക. ഈ പൊക്കിൾ കൊടി മുറിക്കാൻ ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ട് മുറിച്ചാലും മതി. കറക്റ്റ് പൂരം പറന്ന പുരുഷൻ കിട്ടാൻ വേണ്ടി പൂര നക്ഷത്രം വരെ വേണമെങ്കിൽ വെച്ചോണ്ടിരിക്കാം. പൂരം നക്ഷത്രമാവുന്നത് വരെ വെച്ചോണ്ടിരിക്കാം. സിസേറിയൻ നടത്തുമ്പോഴത്തേക്കും ഇപ്പം എല്ലാ ഡോക്ടർമാരും ചോദിക്കണം എന്താണ് എന്നാ അവിടെ ഇന്ന് വേണോ, നാളെ രാവിലെ വേണോ, നാളെ ഉച്ചയ്ക്ക് വേണോ, നാളെ വൈകുന്നേരം വേണോ? സിസേറിയൻ നടത്താം, എപ്പോൾ വേണമെങ്കിലും നടത്താം, കുഴപ്പമില്ല. ചേർത്തലയിലോ മറ്റോ ആണെങ്കിൽ അടുത്ത 10 ദിവസം ഹോളിഡേ ആണെങ്കിൽ ഇന്ന് തന്നെ സിസേറിയൻ നടത്തിയിട്ട് എല്ലാ കുട്ടികളെയും വീട്ടിൽ കൊടുത്തിട്ട് അവർ പോകും. അപ്പോൾ ചേർത്തലയിലൊന്നും കൊണ്ടുപോയിട്ട് കുട്ടിയെ ജനിപ്പിക്കല്ലേ. കാരണം അവിടുത്തെ അറിയാലോ ഇല്ലേ, ക്രിസ്തുമസ് വെക്കേഷന് 5 ദിവസം ഹോളിഡേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ 9.5 മാസം തികഞ്ഞ എല്ലാ സ്ത്രീകളെയും സിസേറിയൻ നടത്തിയിട്ട് അവർ ഹോസ്പിറ്റലും അടച്ചിട്ടിട്ട് പോയി. അപ്പോൾ എവിടെയാ ഈ ശിരോദർശനം ഉള്ളത്? എവിടെയാ ഈ ഭൂസ്പർശനം ഉള്ളത്? എവിടെയാ ഈ രോദനം ഉള്ളത്? എവിടെയാ കടിബന്ധനം ഉള്ളത്? അർത്ഥം മനസ്സിലായോ? ഈ 4 വാക്കുകൾ ഞാൻ വീണ്ടും വിവരിക്കും. ഇവിടെ എല്ലാം സമയവ്യത്യാസമുള്ളത് കൊണ്ട് ജ്യോതിഷം അവസാനത്തെ വാക്കാണെന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ഇത് ഞാൻ വീണ്ടും വിവരിക്കുന്നുണ്ടാവും. ഒന്നുകൂടി ഓർക്ക, ശ്രീരാമന്റെയും സീതയുടെയും ജാതകം നോക്കിയത് ഗോപാലകൃഷ്ണനല്ല, വശിഷ്ഠ മഹർഷിയ. രണ്ടും സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടേ ഇല്ല. അർത്ഥം മനസ്സിലായി? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. രണ്ടുപേരും സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടേ ഇല്ല. രണ്ടാമത്തേത്, ശ്രീകൃഷ്ണൻ രുക്മിണിയെ കല്യാണം കഴിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിന്ദുക്കളായ സ്ഥിതിക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല.
അപ്പൊ ശ്രീകൃഷ്ണൻ രുക്മിണിയെ കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടല്ല, സത്യഭാമയെ കല്യാണം കഴിച്ച് ജാതകം നോക്കിയിട്ടല്ല, ജാമ്പവതിയെ കല്യാണം കഴിച്ച് ജാതകം നോക്കിയിട്ടല്ല. നിങ്ങൾ അത്രയൊന്നും കേട്ടല്ലേ? കെട്ടുന്ന ഒരെണ്ണത്തിനെ ജാതകം നോക്കണം നിർബന്ധമൊന്നുമില്ല. നോക്കുന്നത് തെറ്റാണെന്നല്ല, അത് ഞാൻ വീണ്ടും വിവരിക്കാം. അതുകൊണ്ട് എന്താ പറയാൻ ആഗ്രഹിച്ചതറിയോ? ഒരു കുട്ടിയുടെ ജാതകം ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ എല്ലാമാണെന്ന് അറിയാതെ പറയല്ലേ. പറഞ്ഞാൽ എന്താ പറ്റുക? ആ ജാതകത്തിൽ ലഗ്നം ഗണിച്ചതിൽ കുറച്ച് വ്യത്യാസം വന്നാൽ, ലഗ്നത്തിൽ കുറച്ച് വ്യത്യാസം വന്നാൽ ചിലപ്പോൾ അപ്പുറത്ത് കിടക്കേണ്ട ശനി ഇപ്പുറത്ത് കിടക്കും. ഇപ്പുറത്ത് കിടന്നാൽ 4-ാം ഭാവത്തിൽ ശനിയുണ്ടെന്ന് പറയേണ്ടതിന് പകരം 5-ാം ഭാവത്തിൽ ശനിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല പറയും. 4-ാം ഭാവത്തിലാണ് ശനി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല. ആ പരസ്പരം എന്ന സിനിമയിലെ IPS-കാരുടെ അമ്മായിയമ്മയെ നോക്കിയാൽ മതി. പരസ്പരം എന്ന സീരിയലില്ലേ, അതിൽ ആ IPS-കാരി ആ പെണ്ണിൻ്റെ അമ്മായിയമ്മയെ നോക്കിയാൽ അതിൻ്റെ ലഗ്നത്തിൽ മാത്രമല്ല 12 ഭാവത്തിൽ ശനിയാ ഉള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ ശരിക്ക് കാൽക്കുലേഷനിൽ ഒരല്പം തെറ്റ് ഈ മിനിറ്റിൽ വന്നാൽ ഈ ഭാവങ്ങളെല്ലാം മാറും. ലഗ്നത്തെ കേന്ദ്രീകരിച്ച് 15 ഡിഗ്രി ഇടത്തോട്ടും വലത്തോട്ടും എടുത്തിട്ടാണ് നമ്മൾ രാശിചക്രത്തിൽ നിന്ന് ഭാവചക്രം എടുക്കുന്നത്. ഭാവചക്രത്തിൽ തന്നെ അതിനകത്തുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഉച്ചവും നീചവും നോക്കുമ്പോൾ ഓർമ്മിക്കുക. ഉച്ചവും നീചവും നോക്കുമ്പോൾ ഓർമ്മിക്കുക. ഭാവചക്രത്തിലേക്ക് മാറുമ്പോൾ കർക്കിടകം രാശി പകുതിയായിരിക്കും ഉണ്ടാവുക, ബാക്കി ചിങ്ങം രാശിയായിരിക്കും ഉണ്ടാവുക. അപ്പൊ കർക്കിടകത്തിന്റെ ഉച്ചക്ഷേത്രമാണോ എന്നറിയാൻ ഒത്തിരി ബ്രെയിൻ ഉപയോഗിക്കണം, വെറുതെ നോക്കി പറയരുത്. ഇത് ഞാൻ പറയാൻ കാരണം, കാണിപ്പയ്യൂരിൽ കൊണ്ടുപോയിട്ട് ജാതകം കാണിച്ച ആ സ്ത്രീയുടെ അടുത്ത് അകത്തുള്ള ആള് പറഞ്ഞത് ഈ ജാതകം ചേരില്ല, നോക്കണ്ട എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ അമ്മയും അച്ഛനും ആ പെൺകുട്ടിയും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് സാമാന്യം സമയം ചെലവാക്കാതെ ആ ജാതകം നോക്കി, അവർ നോക്കിയില്ല, സമയം ചെലവാക്കാതെ ജാതകം നോക്കിയിട്ട് ഒരു ഉദ്ദേശം വെച്ച് പ്രഡിക്ഷൻ അടിക്കുമ്പോൾ പറ്റുന്നത് ആ കുടുംബം വേദന കൊണ്ട് പുളയുകയാണ്. ഒരു വരി കൂടി, ഒരു ഓങ്കോളജിസ്റ്റ്, ഒരു ക്യാൻസർ രോഗവിദഗ്ധൻ, മനസ്സിലായി? ഒരു ക്യാൻസർ രോഗവിദഗ്ധൻ ഒരു രോഗിയോട് നിനക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ രോഗി കുറച്ചൊക്കെ പേടിക്കും. താൻ സിഗരറ്റ് വലിക്കരുത്, ക്യാൻസർ വരും. താൻ വെള്ളം അടിക്കരുത്, ലിവർ ക്യാൻസർ വരും. അപ്പം അയാൾ പറയും ശരി സാർ, ഞാൻ ഇനി സിഗരറ്റ് വലിക്കണില്ല. പക്ഷെ അയാളോട് ഒരു ജ്യോത്സ്യനാണ് പറയുന്നതെന്ന് വിചാരിക്കുക, നിനക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ആ മനുഷ്യൻ്റെ അടിത്തറ ചിലപ്പോൾ ഇളകും. ഒരു ഡോക്ടർ പറഞ്ഞാൽ പേടിക്കാത്ത മനുഷ്യൻ ഒരു ജ്യോത്സ്യൻ പറഞ്ഞാൽ പേടിക്കും. അതാണ് ഇന്നത്തെ കേരളം. അതാണ് ഇന്നത്തെ കേരളം. ഇതിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പാലക്കാട് ജില്ലക്കാരാണ്. പാലക്കാട് ജില്ലക്കാർ അനുഭവിക്കുന്ന ടെൻഷനൊന്നും അവിടെ പോയാലേ അറിയുള്ളൂ. എങ്ങനെയോ അവിടെ ജയിക്കുന്ന MLA-മാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ അവിടെ ഉള്ളവർ അത്രയും ജാതകത്തിൽ ഭയപ്പെടുന്നവരാണ്. വിശ്വസിക്കുന്നവരെന്നല്ല, ഭയപ്പെടുന്നവർ. അവിടുത്തെ ദുരാചാരം ഒന്ന് അറിയണമെങ്കിൽ ലോകത്തിലെ മൊത്തം ദുരാചാരം പാലക്കാടുണ്ട്. അത് പ്രത്യേകിച്ച് ജാതകവുമായിട്ട് ബന്ധപ്പെട്ട്. എന്തിനാ ഈ വരി പറഞ്ഞത്? കാഷ്വൽ കമൻ്റ് അല്ല. ഒരു ജ്യോത്സ്യൻ അല്ലെങ്കിൽ ജ്യോതിഷ പട്ടത്തിലുള്ള വ്യക്തി അറിയാതെ, ജാതകം നോക്കാതെ, പെർഫെക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഭാവവും രാശിചക്രവും തമ്മിലുള്ള വ്യത്യാസം നോക്കാതെ, കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് എടുക്കാതെ ആ ഉച്ചനോ നീചനോ സ്വക്ഷേത്രമോ ബന്ധുക്ഷേത്രമോ മിത്രക്ഷേത്രമോ ദൃഷ്ടിയോ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ ഒരൊറ്റ നോട്ടത്തിൽ എന്തെങ്കിലും വിവരിച്ചാൽ ആ ജാതകത്തിൻ്റെ ഉടമസ്ഥൻ അനുഭവിക്കുന്ന ടെൻഷൻ, വേദന വിവരണാതീതമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി പറയാം. ഇപ്പോൾ ചായയ്ക്ക് സമയമായി എന്ന് തോന്നുന്നു. ഇത്രയും നേരം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ചിട്ടേ അടുത്തതിലേക്ക് പോവുള്ളൂ.